ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ ഇവിടെ മഞ്ചാടി മരം ഉണ്ടെന്ന്. അപ്പം ഞാനാണെങ്കിൽ ഉണ്ടല്ലോ, പിള്ളേരെന്നും മഞ്ചാടി പറക്കുവേ. അപ്പോൾ പറക്കുന്ന കൂട്ടത്തിൽ ഞാൻ കുഞ്ഞുങ്ങൾക്ക് മഞ്ചാടി പറക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നിപ്പോൾ കുറച്ച് ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, ഞാനും ഇതുപോലൊക്കെ ഞുള്ളിപ്പറക്കൽ തുടങ്ങി. അപ്പോൾ വന്നാലും കുറച്ച് മഞ്ചാടിക്കുരുവും കൊണ്ടാണ് ഞാൻ പോകത്തുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലൊക്കെ ചിലപ്പോൾ കൊലയായിട്ട് വീണ് കിടക്കും. ഇതിൽ ഒരെണ്ണേ ഉള്ളായിരുന്നു. ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ വേറൊരു കൊല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട, ഇന്നലത്തെ കാറ്റത്ത് വീണതായിട്ടോ. ഞാൻ താഴോട്ടിറങ്ങി പോയപ്പോൾ കണ്ടതാണ്. ഇതിൽ ഒരു 3-4 എണ്ണം ഉണ്ട്. ഇതൊക്കെ അഴുക്ക്, ഒരെണ്ണം കൂടെ കൊള്ളാം. ഇതൊക്കെ അഴുക്ക്. അങ്ങനെ ഇത് ഇപ്പം ഞാനും ഒരു പടുത്തരമാക്കി കേട്ടോ. പറക്കി ഇത് കാണുമ്പം കുഞ്ഞിലൊക്കെ ഉണ്ടല്ലോ, ഇത് ഓണൊക്കെ നമുക്ക് പറക്കാനുണ്ട്. ഒരാളവിടെ നിന്ന് കുനിഞ്ഞ് നിന്ന് പറക്കുന്നുണ്ട്. മഞ്ചാടിക്കുരു പറക്കുക. അതാണ് മഞ്ചാടി മരം. അങ്ങനെ പിള്ളേരുടെ കൂട്ടത്തിൽ മഞ്ചാടി പറക്കൽ ഞാനും വശമാക്കി. വലിയ 2 ഡപ്പ പറക്കിക്കൊണ്ട് പിള്ളേർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇനിയും പോവാം. ഞാനിതേണ്ടി ഇത് ചേച്ചിയുടെ കൃഷി സ്ഥലമായതുകൊണ്ടേ പിള്ളേരെ കയറ്റാൻ പറ്റത്തില്ല. ഇതേണ്ട പണ്ട് കാട്ടിലൊരു തുള്ളിച്ചോര ഇതാണ്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തോട്ട് പിള്ളേരെ കയറ്റിക്കഴിഞ്ഞാലേ അത് കൃഷി ആയതുകൊണ്ട് അത് അവർ ചവിട്ടി നശിപ്പിക്കും. അപ്പം പിന്നെ ഞാനിപ്പോൾ ആ ചേച്ചി തക്കാളിപ്പഴത്തിൻ്റെ വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോൾ വന്നപ്പോൾ എടുത്തതായിട്ടോ. ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ചുമന്ന ഇതായതുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ പക്ഷേ ഒരു രസമായിട്ടോ നമുക്കിങ്ങനെ പറക്കി. ഞാനവിടെ ഉണ്ടല്ലോ കാപ്പി മിച്ചറും കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കിളി ഇലയ്ക്കുന്നതിന് സന്ധ്യ ആകാറായപ്പോഴത്തേക്ക് കണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാണ്ടിരിക്കുന്നത് നോക്കാലയ്ക്കുമെന്ന് പോയി. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല രസമായിട്ടോ. കിളികളെല്ലാം അലച്ച് അടിപൊളിയാണ്. അവിടെ പോയിരുന്ന് അലയ്ക്കുന്നു. ഇതൊക്കെ ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ വേണ്ട വീണ്ടും ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ ചാറുന്നുണ്ട്. നമുക്കപ്പോൾ ഇനിയും തുണിയൊക്കെ പറക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തുണിയൊക്കെ പറക്കട്ടെ.